എല്ലാ ലൊക്കേഷനിലും ഇങ്ങനെ മോഷണം പോകുന്ന ഒരു അറിവുണ്ട് കോസ്റ്റ്യൂമുകൾ. അങ്ങനെ ആ കോസ്റ്റ്യൂം അങ്ങനെ പോയതല്ല, അത് ഞാൻ പറഞ്ഞില്ലേ ക്യാരക്ടറിന് വേണ്ടി തന്നതാണ്. ഒരു മനുഷ്യ വർത്താനം കൊണ്ട് പറയുന്നത് അതെന്തൊരു വർത്താനം അങ്ങനെ പറഞ്ഞു. ഞാൻ തമാശ പറഞ്ഞു നിങ്ങൾക്ക് മോഷണം ഒന്നും തമാശ പറയണ്ട, അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ തമാശ പറഞ്ഞു, നമ്മളെ തമാശ പറയുന്നില്ല. അങ്ങനല്ല അങ്ങനല്ല, അത് ശരിയല്ല ഒരിക്കലും. അങ്ങനെ ഒരു തമാശ പറഞ്ഞല്ലേ അതെന്താ അങ്ങനെ നിങ്ങൾ കോസ്റ്റ്യൂം കൊണ്ട് ആ ലൊക്കേഷൻ വ്യക്തമായിട്ട് പറഞ്ഞു. അഭിനയിക്കാൻ പോയപ്പോ ഞാൻ കൊണ്ടിരുന്ന കോസ്റ്റ്യൂം അതിന് ആപ്റ്റ് അല്ലാത്തത് കൊണ്ട് അതിന്റെ എതിർവായിട്ട് അഭിനയിച്ച അവരുടെ കോസ്റ്റ്യൂം തമാശ പറഞ്ഞു. ഞാൻ പറഞ്ഞ മോഷണം എന്നൊക്കെ അതിപ്പോ നമ്മളെ വേറെ എന്ത് നിങ്ങൾ മുഖത്ത് എഴുതി വെച്ചേക്കുന്നേ എനിക്ക് പറയാൻ പറ്റും. അത് നിന്റെ വീട്ടിൽ ഞാൻ പിന്നെ മോഷിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ പറഞ്ഞത് ഞാൻ ഒരു തമാശ പറഞ്ഞാന്ന് പറഞ്ഞില്ല. ഒരാളെ മുഖത്ത് നോക്കി മോഷ്ടിച്ചെന്നൊക്കെ പറയാൻ പറ്റുമോ? പിന്നെ നിങ്ങൾ വന്നിട്ട് നെടുകളത്തി പറഞ്ഞു, ബാക്കി ആൾക്കൊന്നും ഇവിടെ പോയി എന്താ അവനെ പിടിച്ചു വീഴുമോ? മോഷണം എന്ന് പറയുന്നത് അങ്ങനെ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നിങ്ങളുടെ ഉള്ളിൽ അത് കാണും, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് തമാശ പറയുന്നത്. വീട്ടിലിരിക്കുന്നവരെ പറയേണ്ട കാര്യം സെറ്റ് ചെയ്ത് പല കാര്യങ്ങളും മോഷണം പോയിട്ടുണ്ട്. അതൊക്കെ നിങ്ങളല്ലേ പറഞ്ഞു അവിടുന്ന് ചോന്നോണ്ട് തമാശയായിട്ടല്ലേ പറഞ്ഞത്. ഇവിടെ പിന്നെ സീരിയസ് പിന്നെ മോഷണം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, അത് പറഞ്ഞല്ലോ. എഴുതി വെച്ചിരിക്കുന്നൊക്കെ പറയുന്നത് എന്തുവാ? കൊള്ളയല്ലേ പറയുന്നത്. എന്താണ് ഉദ്ദേശിച്ച? ചുമ്മാ പ്ലാൻഡ് ആയിരുന്നു. ഇത് ഞാൻ ആ സ്റ്റോറി ഇപ്പോഴല്ലേ പറഞ്ഞത്. അത് രണ്ടുപേരും കൈ അടിച്ചപ്പോ എനിക്ക് മനസ്സിലായി പ്ലാൻ അല്ലെന്ന്. സീരിയസ്ലി അല്ലെന്നേ അവരെ പറഞ്ഞു. എന്തായാലും ഇത് കഴിയട്ടെ. അവളെ കണ്ടിത്രയൊക്കെ വെച്ചു. അപ്പൊ നേരത്തെ അഭിനയിച്ച സിനിമകൾ ഏതൊക്കെയായിരുന്നു ഇതിനു മുമ്പ്? DNA എന്ന് പറഞ്ഞ സിനിമ, വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ള സിനിമ. ഒരു ചെറിയ അത്യാവശ്യം സ്ക്രീൻ സ്പേസ് ഉണ്ടെന്നേ ഉള്ളൂ, ഡയലോഗ് ഇല്ല. പോലീസ് 20 ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ DNA, കൽബും, പിന്നെ ഒരു സ്റ്റാർട്ട് ആക്ഷൻ സ്റ്റോറി. അതിനകത്താണ് 7 സീനുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ തിയേറ്ററിൽ റിലീസ് ആയതാണ്. 1 മാസത്തോളം ഓടി. രേണുസുതി നമ്മള് ഷോർട്ട് ഫിലിം ചെയ്യുന്നു. ഷോർട്ട് ഫിലിം ആണോ അല്ലല്ല, ഇത് ഞാൻ ഈ പറഞ്ഞ എല്ലാ സിനിമയാണ്. ഷോർട്ട് ഫിലിം ആൽബം ഒക്കെ നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ രേണുസുതി, അതിൽ നമ്മളെടുത്ത ശിശിരം എന്ന് പറയുന്ന ഒരു ആൽബം 1 മില്യൺ വ്യൂ പോയിട്ടുണ്ട്. അതിലെ നായകൻ ഇപ്പോഴും അത് നല്ല ഹൈ കണ്ടിട്ടില്ല. നിങ്ങൾ കാണാത്ത ചേച്ചി ഞാൻ ആ 1 മില്യണിൽ ഇല്ല. ആദ്യം ആരായിരുന്നു വിളിച്ചത് ഓർത്ത് നോക്കിയാണ്? ആദ്യം ആരെയും വിളിച്ചില്ല. എന്നെ വിളിച്ചായിരുന്നു. അങ്ങനെ പറ. അഭിനയിക്കാൻ വിളിച്ചായിരുന്നു. അല്ല എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ചില്ല. എന്റെ ദൈവമേ, ഫോൺ റെക്കോർഡ് ഇല്ലാതായി. ഇല്ല ഞാൻ കേൾപ്പിക്കായിരുന്നു. ഞാൻ വിളിച്ച് വന്ന് അഭിനയിക്ക്, അവരൊക്കെ അഭിനയിക്കും. എനിക്ക് സമയമില്ല, ഞാൻ വേറെ പിന്നെ നമ്മള് വൈറൽ സ്റ്റാർ